ഗബ്രിക്ക് വയറ് നിറച്ചു കൊടുത്തിരിക്കുകയാണ് അബി. എന്തായാലും പ്രൊമോ വന്നിട്ടുണ്ട്. രാത്രി ഭക്ഷണത്തിന്റെ പേരിൽ വീണ്ടും ഗബ്രി വീടിനുള്ളിൽ അടിയുണ്ടാക്കുന്നുണ്ട്. ജാസ്മിൻ ജയിലിലായതിന്റെ കലിപ്പ് എന്നോട് തീർക്കണ്ട എന്ന് അൻസിബ അവിടെ പറയുന്നുണ്ട്. ഗബ്രിക്ക് കൂടുതൽ ഫുഡ് വേണം, നേരത്തെ ഫുഡ് വേണം, എനിക്ക് മരുന്ന് കഴിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വഴക്കിടുകയാണ് ഗബ്രി. എല്ലാവരും കൂടി ജാസ്മിനെ ജയിലിലേക്ക് വിട്ടതിന്റെ കലിപ്പ് തീർക്കാനുള്ള ശ്രമമായിരുന്നു. എന്തായാലും അവിടെ അടുക്കളയിൽ പണിയെടുക്കാനായിട്ട് എന്തായാലും ജാസ്മിനെ ഒന്നിനും കിട്ടിയിട്ടില്ല. ആകെ 2 പച്ചക്കറി അറിയാൻ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതെല്ലാവരും പരാതി പറഞ്ഞതിനാണ് ഇത്രയും കലിപ്പ് തീർക്കുന്നത്. എനിക്ക് ഫുഡ് നേരത്തെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എല്ലാവരും കയറി പ്രതിഷേധിച്ചു. ഞങ്ങളും കൂടി കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പച്ചമാവ് കുഴച്ച് തിന്നാം എന്നാണ് നന്ദൻ എല്ലാവരും അടുത്തായിട്ട് പറയുന്നത്. സംഭവം ശരിയാണ്. കുറച്ച് ദിവസമായിട്ട് അവർ തന്നെയാണ് കിച്ചണിൽ പണിയെടുക്കുന്നത്. അപ്പൊ പിന്നെ അവർക്കത് പറയാനുള്ള യോഗ്യതയുണ്ട്. സ്വന്തമായി അഭിപ്രായം പറയടാ എന്നാണ് ഗബ്രി അബിയുടെ അടുത്ത് പറഞ്ഞത്. അബി പറഞ്ഞ മറുപടിയാണ് കലക്കിയത്. ജാസ്മിന്റെ സാരി തുമ്പ് ഒന്ന് പോടാ എന്ന് പറഞ്ഞ്. അത് കറക്റ്റ് ആണല്ലോ. ജാസ്മി പോയ വിഷമത്തിനാണല്ലോ അവ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ പിന്നെ ജാസ്മിന്റെ സാരി തുമ്പ് എന്ന് പറഞ്ഞതിന് അബിനെ നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. ആ ഒരു വേർഡിന് ഇപ്പൊ പലർക്കും മോശമായിട്ടൊക്കെ തോന്നിയെന്ന് വരാം. പക്ഷേ അവിടെ നമുക്ക് തെറ്റി പറയാനായിട്ട് യാതൊരു രക്ഷയില്ല. ജാസ്മിൻ കുറച്ച് കരഞ്ഞ് നിലവിളിച്ച് ജയിലിൽ പോയതിനെയാണ് ഗബ്രി അവിടെ ഇരുന്ന് ഈ വക കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കുന്നത്. അപ്പൊ ജാസ്മിന്റെ സാരി തുമ്പ് എന്ന് തന്നെ അബിക്ക് വിളിക്കാം. എന്തായാലും അബി മോനെ പൊളിച്ചു എന്നേ പറയാനുള്ളൂ. അബി അടിപൊളിയായിട്ട് ഇപ്പൊ ഗെയിമിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്.